ബോംബെയിൽ നടന്നൊരു സംഭവം അറിഞ്ഞ 29 വയസ്സുകാരിയെ കഴിഞ്ഞ 11 മാസമായിട്ട് നിരന്തരം ലൈംഗിക പീഡനത്തിന് ഇരയാക്കി എന്നും പറഞ്ഞൊരു പ്രതിയെ സെഷൻസ് കോടതിയിൽ കൊണ്ടുവന്നു. കുറച്ച് ദിവസം മുമ്പ് ഞാൻ ചെയ്ത ഒരു റീലിൽ ലിവിങ് ടുഗദറുകാർ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് പരസ്പരം ആണും പെണ്ണും കൂടി പരസ്പരം സമ്മതിച്ച് ഒരു എഗ്രിമെൻറ്റ് തയ്യാറാക്കി അത് നോട്ടറി കൊണ്ട് ഒപ്പിടിച്ച് സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നേ. ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോഴും അതുപോലൊരു എഗ്രിമെൻറ്റ് ഈ പ്രതി കോടതിയുടെ മുമ്പിൽ ഹാജരാക്കി. നോക്കിയപ്പോൾ അതിൽ A to Z എഴുതിയിരിക്കുന്നത് ഞങ്ങൾ ഈ ഡേറ്റ് മുതൽ ഈ ഡേറ്റ് വരെ ഒരുമിച്ച് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ച് വരികയാണ്. ഇതിലുണ്ടാകുന്ന ലൈംഗിക ബന്ധങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് കൊടുക്കാനൊന്നും പറ്റില്ല എന്നും പറഞ്ഞ് ഒരു 7 പോയിൻ്റ് അഫിഡവിറ്റിൽ കൃത്യമായി തയ്യാറാക്കി നോട്ടറി കൊണ്ട് അറ്റസ്റ്റ് ചെയ്ത് ആ കോപ്പി കോടതി ഹാജരാക്കിയപ്പോൾ കോടതിക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായി. പൊക്കി പറയണമെന്നൊന്നും വിചാരിക്കരുത്. ഈ അഫിഡവിറ്റും നോട്ടറിയൊന്നും ഒരു നിയമത്തിലും പറഞ്ഞിട്ടില്ല, ഒരു ഗവൺമെൻറ് ഓർഡറിലും പറഞ്ഞിട്ടില്ല. സത്യസന്ധമായിട്ട് ഒരു കേസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് രക്ഷപ്പെടാം എന്ന് ആലോചിച്ച കൂട്ടത്തിൽ ഞാൻ എൻ്റെതായ രീതിയിലാണ് നിങ്ങളോട് പറഞ്ഞത്. ഈ ലോകം മൊത്തം ചതിവും വഞ്ചനയാണ്. അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളത് ഈ വക്കീലെണ്ണം പറഞ്ഞു തരും. അതുകൊണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഈ പ്രതിക്ക് ജാമ്യം കൊടുക്കും എന്നായപ്പോൾ ഈ 29കാരി പറയാണ് അഫിഡവിറ്റിൽ കാണുന്നത് എൻ്റെ ഒപ്പല്ലെന്ന്. അപ്പോൾ കോടതി പറഞ്ഞു ഒപ്പ് നിൻ്റെയാണോ അല്ലേ എന്നൊക്കെ പോലീസ് അന്വേഷിച്ചോളും, ഇപ്പോൾ എന്തിനായിരുന്നാലും ഞാൻ ജാമ്യം കൊടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഈ ജാമ്യം കിട്ടിയ പ്രതി മലയാള സിനിമയൊക്കെ കാണുന്നവനാണെങ്കിൽ അവൻ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു കാണും, നീ അടക്കമുള്ള പെൺവർഗം മറ്റാരും കാണാത്തത് കാണും. നിങ്ങൾ ശപിച്ചുകൊണ്ട് കൊഞ്ചും, ചിരിച്ചുകൊണ്ട് കരയും, മോഹിച്ചുകൊണ്ട് വെറുക്കും.